2021 മുതൽ 2025 ബുൾ മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട്സിൽ പല മ്യൂച്വൽ ഫണ്ട്സും 30%ഉം 40% റിട്ടേൺസ് ആണ് ഓരോ വർഷവും തന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ ആരോട് ചോദിച്ചാൽ അവർ പറയും സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും മാത്രം ഇട്ടാൽ മതി എന്നാണ്. പക്ഷേ 2024 സെപ്റ്റംബറിൽ നിഫ്റ്റി ചെറിയൊരു കറക്ഷൻ കാണിച്ചതോടെ എല്ലാവരും മെല്ലെ മെല്ലെ സ്മോൾ ക്യാപ്പിനും മിഡ് ക്യാപ്പിനും കുറ്റം പറയുകയും മെല്ലെ മെല്ലെ ലാർജ് ക്യാപ്പായി ഇപ്പോഴത്തെ ട്രെൻഡ്. ഇനി അങ്ങോട്ടുള്ള ഒരു വർഷവും 2 വർഷമൊക്കെ ലാർജ് ക്യാപ്പ് ആയിരിക്കും നല്ല റിട്ടേൺസ് തരിക, അതുകൊണ്ട് ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്നാണ് എല്ലാവരും ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഇതിൽ ശരിക്കും എന്താണ് വിശ്വസിക്കേണ്ടത്? കാരണം എപ്പോഴും ഇങ്ങനെ ഡിസിഷൻ മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. മാത്രമല്ല ഈ ബുൾ മാർക്കറ്റ് എന്താണെന്നും ബെയർ മാർക്കറ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഹൈൻസൈറ്റിൽ നമുക്ക് പറയാൻ പറ്റും സ്മോൾ ക്യാപ്പ് നന്നായിട്ട് ചെയ്തിരുന്നു, അതുകൊണ്ട് സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് നന്നായിട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് ലാർജ് ക്യാപ്പിലേക്ക് ഫണ്ട് മാറ്റണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഹൈൻസൈറ്റിലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെന്താണ് ശരിക്കും സൊല്യൂഷൻ? ഇതിൻ്റെ സൊല്യൂഷൻ വളരെ സിമ്പിളാണ് ആക്ച്വലി. ആ ഒരു സിമ്പിൾ സൊല്യൂഷൻ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്താൽ ലോങ് ടേമിൽ നിങ്ങൾക്ക് നല്ല റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുന്നു മാത്രമല്ല നിങ്ങൾക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാനും പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. തീർച്ചയായും വീഡിയോ ഫുൾ ആയിട്ട് കാണാം. ഓൾസോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പ് എന്താണെന്നുള്ള കാര്യം ഒന്ന് കൃത്യമായിട്ട് നോക്കാം. ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ടോപ്പ് 100 കമ്പനീസ്. അപ്പോൾ മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ 100 കമ്പനീസിനെയാണ് നമ്മൾ ലാർജ് ക്യാപ്പ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ ലാർജ് ക്യാപ്പ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് ആണ് ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട്സ്. നെക്സ്റ്റ് വരുന്ന 150 കമ്പനീസ്, അതായത് 101 മുതൽ 250 വരെയുള്ള കമ്പനീസിനാണ് മിഡ് ക്യാപ്പ് കമ്പനീസ് എന്ന് വിളിക്കുക. ആൻഡ് അതിനുശേഷം വരുന്ന 250 കമ്പനീസിനെയാണ് നമ്മൾ സ്മോൾ ക്യാപ്പ് എന്ന് വിളിക്കുക. ഇനി ടെക്നിക്കലി ഈ 250 കമ്പനീസാണ് സ്മോൾ ക്യാപ്പ് എങ്കിലും മിക്ക സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 500ന്റെ താഴെ വരുന്ന കമ്പനീസ്, ആക്ച്വലി ഇത് മൈക്രോ ക്യാപ്പ് കമ്പനീസ് എന്നാണ് വിളിക്കുക, ആ മൈക്രോ ക്യാപ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ മനസ്സിലായി. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് ലാർജ് ക്യാപ്പ് ആയിക്കോട്ടെ, മിഡ് ക്യാപ്പ് ആയിക്കോട്ടെ, സ്മോൾ ക്യാപ്പ് ആയിക്കോട്ടെ, ഇത് നമുക്ക് എത്ര റിട്ടേൺസ് ആണ് ഉണ്ടാക്കിയെന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് 10 ഇയേഴ്സിന് ഡേറ്റയാണ് ഉള്ളത്. ഈ ലാസ്റ്റ് 10 ഇയേഴ്സിലും ഓരോ കാറ്റഗറിയിലും ആവറേജ് മ്യൂച്വൽ ഫണ്ട്, അതായത് എല്ലാ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ആവറേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ എത്ര റിട്ടേൺസ് ഉണ്ടാക്കിയെന്നാണ് ഈ ടേബിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലാർജ് ക്യാപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് മ്യൂച്വൽ ഫണ്ട് ഉണ്ടാക്കിയ റിട്ടേൺസ് 11.4% CAGR ആണ് ഓരോ വർഷവും. എന്നാൽ മിഡ് ക്യാപ്പിനെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടുതലാണ്, 15.7% ആണ് ലാസ്റ്റ് 10 ഇയേഴ്സിൽ ഉണ്ടാക്കിയത്. ആൻഡ് ലാസ്റ്റ് സ്മോൾ ക്യാപ്പിൽ നോക്കിയാൽ 16.7% ആണ് റിട്ടേൺസ് ഉണ്ടാക്കിയത്. അപ്പോൾ റിട്ടേൺസിൻ്റെ കാര്യത്തിൽ നമ്മൾ ലാസ്റ്റ് 10 ഇയേഴ്സിൻ്റെ ഡേറ്റ നോക്കിയാൽ വളരെ ക്ലിയർ ആണ്. സ്മോൾ ക്യാപ്പാണ് ജയിക്കുന്നത്, തൊട്ട് പുറകെ മിഡ് ക്യാപ്പ് ഉണ്ട്, ആൻഡ് തൊട്ട് പുറകെ ലാർജ് ക്യാപ്പ് ഉണ്ട്. ഇനി ഒബ്വിയസ്ലി റിട്ടേൺസ് മാത്രം നോക്കി നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, നമുക്ക് അവിടെ റിസ്ക്കും കൂടി നോക്കണം. അപ്പോൾ ഈ റിസ്ക് നോക്കാൻ പല പല രീതികളുണ്ട്. പക്ഷേ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള രീതിയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി വോളറ്റിലിറ്റിയുടെ ഒരു മെഷറാണ്. എത്രത്തോളം വോളറ്റൈൽ ആണോ അത്രത്തോളം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ടാവും, എത്രത്തോളം ലെസ് വോളറ്റൈൽ ആണോ അത്രത്തോളം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറവായിരിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടുതലാണെങ്കിൽ റിസ്ക് കൂടുതലാണെന്ന് അർത്ഥം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ്പിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓൾമോസ്റ്റ് 13.9 ആണ്, മിഡ് ക്യാപ്പിൻ്റെ 15.7 ആണ്, കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്, അഥവാ കുറച്ചും കൂടി വോളറ്റൈലാണ്. ആൻഡ് ലാസ്റ്റ്ലി സ്മോൾ ക്യാപ്പിൻ്റെ 16.7 ആണ്, കുറച്ചും കൂടി വോളറ്റൈലാണ്. അപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ടൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്, എത്രത്തോളം റിട്ടേൺസ് ഉണ്ടാക്കുന്നുണ്ടോ അത്രത്തോളം റിസ്ക്കും ഉണ്ട്. പക്ഷേ ഈ നമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നോക്കിയാൽ നമുക്ക് ആ ഒരു ഫീൽ കിട്ടില്ല. അപ്പോൾ ഈ റിട്ടേണിൻ്റെ റിസ്കിൻ്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ചാർട്ട് നോക്കിയാൽ മതി. ഹലോ എവ്രിവൺ, അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, എന്നാൽ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടത്, ഏത് ഫണ്ട്സാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നാവുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഈ കാര്യം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോഴ്സിൻ്റെ പേര് മ്യൂച്വൽ ഫണ്ട് മെയ്ഡ് ഈസി എന്നാണ്. ഈ ഒരു കോഴ്സിൽ ഏറ്റവും ബിഗിനർ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നും എങ്ങനെയാണ് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടതെന്നും മാത്രമല്ല ഈ മ്യൂച്വൽ ഫണ്ട്സ് ലോങ് ടേമിൽ നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കോഴ്സിലൂടെ മ്യൂച്വൽ ഫണ്ട്സ് ശരിക്കും മനസ്സിലാക്കുകയും അതുവഴി അതിന്റെ മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾക്ക് ലൈഫിൽ കിട്ടണമെങ്കിൽ തീർച്ചയായും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ഞങ്ങളുടെ പേഴ്സണൽ പോർട്ട്ഫോളിയോ ഡീറ്റെയിൽസും അതിൽ നമ്മൾ എന്തൊക്കെയാണ് ആക്ഷൻസ് ഓരോ മാസം എടുക്കുന്ന കാര്യവും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കറന്റ് സിറ്റുവേഷന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഓരോ തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ള കാര്യം നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് നമ്മുടെ മെമ്പർഷിപ്പ് കമ്മ്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. സോ ഇങ്ങനത്തെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു മാസം നിങ്ങൾ ജോയിൻ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും കണ്ടിന്യൂ ആവുന്നതാണ്. അപ്പോൾ ഇവിടെ 2 ലൈൻസ് നിന്ന് കാണാൻ പറ്റും. ഇതിൽ ഈ റെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250, അതായത് ആ 250യുടെ ഇൻഡെക്സിൻ്റെ റിട്ടേൺസ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ബിഹേവ് ചെയ്ത് ഓൾമോസ്റ്റ് ഇതുപോലെ തന്നെയാണ് ഒരു ആവറേജ് സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടും ബിഹേവ് ചെയ്യുക. ആൻഡ് ഈ നീല കളറിൽ കാണുന്നതാണ് നിഫ്റ്റി 50, ബേസിക്കലി ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് പ്രോക്സിയാണ്. ഈ നിഫ്റ്റി 50 പെർഫോം ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും ഓൾമോസ്റ്റ് ഒരു ആവറേജ് ലാർജ് ക്യാപ്പും പെർഫോം ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 5 വർഷത്തെ ഡേറ്റയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് രണ്ടും സെയിം ആണെങ്കിലും അവസാനം സ്മോൾ ക്യാപ്പാണ് ക്ലിയർ ആയിട്ട് കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് 10 ഇയേഴ്സിനെ നോക്കാനും ഓൾമോസ്റ്റ് സെയിം സാധനം തന്നെയാണ് നമ്മൾ കണ്ടത്. അതിൽ വലിയ സർപ്രൈസിങ് അതിലൊന്നുമില്ല. പക്ഷേ അതിലേക്ക് എത്തിയ ജേണിയാണ് കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മുടെ നിഫ്റ്റി 50 അഥവാ ലാർജ് ക്യാപ്പ് പോയ ജേണി എന്ന് പറഞ്ഞാൽ
ഒബ്വിയസ്ലി 100% സ്മൂത്ത് ഒന്നുമല്ല, എന്നാൽ റിലേറ്റീവ്ലി കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ സ്മോൾ ക്യാപ്പ് എത്തിയിരിക്കുന്ന ഒരിക്കലും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ജേണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇറാറ്റിക് ആണ്, ഭയങ്കര വോളറ്റൈലുള്ള ജേണി. ഇവിടെ എത്തുന്നു, പിന്നെ ഭയങ്കരമായിട്ട് താഴെ പോകുന്നു, പിന്നെ മുകളിലേക്ക് പോകുന്നു, ഭയങ്കരമായിട്ട് താഴെ പോകുന്നു, മുകളിലേക്ക് വരുന്നു. ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും പോകാന്നുള്ള കാര്യം ഈ ഗ്രാഫിൻ്റെ ഒരു ഹിസ്റ്ററി വെച്ച് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഒരിക്കലും ഇങ്ങനെ സ്മൂത്തായിട്ട് മുകളിലേക്ക് ആയിരിക്കില്ല. മുകളിലേക്ക് പോകുകയാണെങ്കിൽ തന്നെ അത് ഇങ്ങനെ ആയിരിക്കും മുകളിലേക്ക് പോകാം. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് സ്മോൾ ക്യാപ്സും മിഡ് ക്യാപ്സും ജനറലി ലാർജ് ക്യാപ്പിനെക്കാളും കൂടുതൽ റിസ്ക്കിയാണ്, കൂടുതൽ വോളറ്റൈലാണ്. ഇനി റിസ്കിൻ്റെ കാര്യത്തിൽ ഈ വോളറ്റിലിറ്റി മാത്രമല്ല പ്രശ്നം. കാരണം പലരും പറയും വോളറ്റൈൽ ആണെന്നല്ലേ ഉള്ളൂ, പക്ഷേ കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കുന്നില്ലേ, ഞാൻ ഈ താഴേക്ക് പോകുന്ന സഹിച്ചാൽ പോരെ, എന്നാൽ അവസാനം എനിക്ക് കൂടുതൽ റിട്ടേൺസ് കിട്ടുമല്ലോ എപ്പോഴും. അതൊന്നും നിങ്ങൾക്ക് ഒരിക്കലും ഗ്യാരണ്ടി തരാൻ പറ്റില്ല. അപ്പോൾ ഈ ചാർട്ടിൽ നിങ്ങൾ കാണുന്ന സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൻ്റെ ഡേറ്റയാണ് 2005 മുതലുള്ള ഡേറ്റയാണ്. അപ്പോൾ ഇത് നോക്കിയാൽ ഒരു കാര്യം വളരെ ഒബ്വിയസ് ആണ്, ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും നോക്കിയാൽ നല്ല റിട്ടേൺസ് തന്നിട്ടുണ്ട് കഴിഞ്ഞ 20 വർഷത്തിൽ. പക്ഷേ ആ നല്ല റിട്ടേൺസിലേക്കുള്ള ജേണി ഒരിക്കലും സ്മൂത്ത് അല്ലായിരുന്നു. മുകളിലേക്ക് പോകുന്നു, ഭയങ്കരമായിട്ട് കറക്റ്റ് ചെയ്തു, പിന്നെ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, മുകളിലേക്ക് പോകുന്നു, ഭയങ്കരമായിട്ട് കറക്റ്റ് ചെയ്തു. അതിനുശേഷം റീസെൻ്റ്ലി നമ്മൾ കോവിഡിന് ശേഷമുള്ള റാലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള റാലിയായിരുന്നു. അപ്പോൾ ഭയങ്കര വോളറ്റൈലുള്ള ജേണിയാണ് സ്മോൾ ക്യാപ്പിൻ്റെ. നിങ്ങൾ നിഫ്റ്റി 50യുടെയോ അല്ലെങ്കിൽ നിഫ്റ്റി 100ൻ്റെയോ ലാർജ് ക്യാപ്പിൻ്റെ ഏത് മ്യൂച്വൽ ഫണ്ടോ ഏത് ഇൻഡെക്സ് എടുത്ത് നോക്കിയാൽ ഒരിക്കലും ഇത്രയും വോളറ്റൈലുള്ള ജേണി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വോളറ്റിലിറ്റി മാത്രമല്ല പ്രശ്നം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ഒരു ഭാഗം നോക്കി നോക്ക്. ഈ 12 വർഷത്തിൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ആക്ച്വലി എത്ര റിട്ടേൺസ് തന്നിട്ടുണ്ട്? 0% റിട്ടേൺസ് ആണുള്ളത്. അത് നിങ്ങൾ ഇവിടെയാണ് ഈ ഒരു സ്മോൾ ക്യാപ്പിൽ എൻട്രി ചെയ്യുന്നതെന്ന് വിചാരിച്ചോ, നിങ്ങൾ 12 വർഷം ഒരു റിട്ടേൺസ് പോലും കണ്ടിട്ടുണ്ടാവില്ല. ഇനി ആരും കൃത്യമായിട്ട് ഇവിടെ കൊണ്ടുപോയി ലംസം ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, ചിലപ്പോൾ ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവും. എങ്കിൽ പോലും നിങ്ങൾ 10-11 വർഷം നിങ്ങൾ കാര്യമായിട്ട് റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. എവിടെ? സ്മോൾ ക്യാപ്പിൽ. നമ്മുടെ സ്മോൾ ക്യാപ്പിൻ്റെ ഹിസ്റ്ററി ഇതിൻ്റെ പുറകോട്ട് എടുത്ത് നോക്കിയാലും പലപ്പോഴും ഇങ്ങനെ എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് ടൈം 5, 6, 7 വർഷമൊക്കെ 0 റിട്ടേൺസ് ഉണ്ടാക്കിയ പീരീഡ്സ് കാണാൻ പറ്റും. എന്നിട്ട് ഒബ്വിയസ്ലി കോവിഡ് കഴിഞ്ഞുള്ള റാലി ഭയങ്കര റിട്ടേൺസ് വന്നു. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതല്ല അതിൻ്റെ സ്റ്റാൻഡേർഡ്. സ്മോൾ ക്യാപ്പിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ കുറേ നാൾ കാര്യമായിട്ട് റിട്ടേൺസും തരുന്നില്ല. ആ റിട്ടേൺസ് തരില്ല എന്ന് മാത്രമല്ല ഭയങ്കര വോളറ്റിലിറ്റി കാണിക്കുകയും ചെയ്യും. എന്നിട്ട് പെട്ടെന്ന് ഒരു ബുൾ മാർക്കറ്റ് വരുമ്പോൾ ഭയങ്കരമായിട്ട് റിട്ടേൺസ് വരും. നിങ്ങൾ സ്മോൾ ക്യാപ്പിനും മിഡ് ക്യാപ്പിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ എപ്പോഴും ഈ ഒരു രീതിയിലാണ് റിട്ടേൺസ് വരുന്നത്. അതായത് ഒരു ബുൾ മാർക്കറ്റിൻ്റെ സമയത്തായിരിക്കും എല്ലാ റിട്ടേൺസും കൂടി തരുന്നത്. ആ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ ഇത്രയും നാളും വെറുതെ ഇരുന്നതിൻ്റെയും കൂടെ ചേർത്തിട്ടാണ് ഈ ബുൾ മാർക്കറ്റിൽ തരികയെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പക്ഷേ ഈ ഒരു കോവിഡ് സമയത്തൊക്കെയാണ് ഇൻവെസ്റ്റിംഗ് ജേർണിയിലേക്ക് തുടങ്ങിയെങ്കിൽ നിങ്ങൾ സ്മോൾ ക്യാപ്പിൽ ഭയങ്കര റിട്ടേൺസ് കണ്ടിട്ടുണ്ടാവും, 30%, 40% കണ്ടിട്ടുണ്ടാവും. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ കിട്ടിയ റിട്ടേൺസ് ശരിക്കും ഈ സമയത്തെ റിട്ടേൺസ് അല്ല, ഇവിടെ മുതൽ കിട്ടേണ്ട റിട്ടേൺസ് അവസാനം ഇവിടെ വന്നു എന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരിക്കലും വിചാരിക്കരുത് അടുത്ത 5 വർഷത്തിലോ അല്ല അടുത്ത 4 വർഷത്തിലോ ഇതുപോലത്തെ ഭയങ്കര റിട്ടേൺസ് തരുന്നു നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇനി അങ്ങനെ തന്നാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ആ 5 വർഷം കഴിഞ്ഞിട്ട് കുറേ നാളത്തേക്ക് ഒന്നെങ്കിൽ സ്മോൾ ക്യാപ്പിൽ റിട്ടേൺസ് തരില്ല, അല്ലെങ്കിൽ നെഗറ്റീവ് റിട്ടേൺസ് ആയിരിക്കും തരാൻ പോകുന്നത്. അതാണ് സ്മോൾ ക്യാപ്പിൻ്റെ നേച്ചർ. ഇനി ഒബ്വിയസ്ലി ഇതിൻ്റെ അർത്ഥം സ്മോൾ ക്യാപ്പിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണ്ടത്തരാണ് എന്നൊന്നുമല്ല. പക്ഷേ മനസ്സിലാക്കേണ്ടത് സ്മോൾ ക്യാപ്പിൻ്റെ റിട്ടേൺസ് വളരെ കുറച്ച് ഇയേഴ്സിൽ വല്ലപ്പോഴും മാത്രം തരുന്ന റിട്ടേൺസ് ആണ് എന്ന് മാത്രമല്ല നിങ്ങൾ കുറേ നാൾ റിട്ടേൺസ് ഇല്ലാത്ത പീരീഡ്സ് നിങ്ങൾ സഹിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം വരുന്നത് എങ്ങനെയാണ് നമ്മൾ ഡിസിഷൻ എടുക്കുക, എങ്ങനെയാണ് സ്മോൾ ക്യാപ്പ് വാങ്ങണോ വാങ്ങണ്ടോ എന്നുള്ള കാര്യം തീരുമാനിക്കാം. അപ്പോൾ അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ സ്മോൾ ക്യാപ്പ് വാങ്ങണോ വാങ്ങണ്ടോ എന്നല്ല നിങ്ങൾ തീരുമാനിക്കേണ്ടത്, മറിച്ച് നിങ്ങളുടെ എത്ര പൈസ നിങ്ങൾ സ്മോൾ ക്യാപ്പിലേക്കും ലാർജ് ക്യാപ്പിലേക്കും മിഡ് ക്യാപ്പിലേക്കും അലക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. ഈ അലക്കേഷൻ തീരുമാനം പല രീതിയിൽ എടുക്കാം. ഫോർ എക്സാമ്പിൾ ഒരാളുടെ പോർട്ട്ഫോളിയോ 60% ലാർജ് ക്യാപ്പ് ആക്കാം, 30% മിഡ് ക്യാപ്പും 10% സ്മോൾ ക്യാപ്പും. അപ്പോൾ ഏത് സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അയാളുടെ പോർട്ട്ഫോളിയോ ഇങ്ങനെയായിരിക്കും. ഇതിൻ്റെ ഇടയിൽ ലാർജ് ക്യാപ്പ് അറിയാണ്ട് കയറി പോയി കഴിഞ്ഞാൽ അടുത്ത വർഷമാകുമ്പോൾ അയാൾ ഓരോ വർഷം കൂടുമ്പോൾ അയാൾ അത് വീണ്ടും 60-30-10 ആക്കിക്കൊണ്ടിരിക്കും. ഈ അസറ്റ് അലൊക്കേഷൻ ഒരാൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല സ്മോൾ ക്യാപ്പ് പെർഫോം ചെയ്യുന്നുണ്ടോ, ഇനി അങ്ങോട്ട് പെർഫോം ചെയ്യുമോ എന്നുള്ള കാര്യം അയാൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം പെർഫോം ചെയ്താലും പെർഫോം ചെയ്തില്ലെങ്കിലും അയാളുടെ 10% ആയിരിക്കും ഉണ്ടാവുക. ആ 10% തരുന്ന റിട്ടേൺസും 10% തരുന്ന റിസ്ക്കും നിങ്ങൾ എടുക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് ഇത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഒബ്വിയസ്ലി ലോങ് ടേമിലേക്ക് നിങ്ങൾ സ്മോൾ ക്യാപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ലോങ് ടേം എന്ന് പറയുമ്പോൾ 5-6 വർഷമല്ല 10-15 വർഷമൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഡീസെൻ്റ് ആയിട്ടുള്ള റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം വരുന്നത് ഈ ഒരു അലൊക്കേഷൻ്റെ പെർസെൻറ്റേജ് നമ്മൾ എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് തീരുമാനിക്കാൻ പോകുന്നത് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു മോഡറേറ്റ് റിസ്ക് പ്രൊഫൈൽ ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയൊക്കെ അറിയാം, സ്റ്റോക്ക് മാർക്കറ്റ് ഷോർട്ട് ടേമിൽ നെഗറ്റീവ് റിട്ടേൺസ് ഒക്കെയാണ് തരിക എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം, കുറച്ച് നാളെങ്കിലും നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മേ ബി ഒരു മോഡറേറ്റ് ഇൻവെസ്റ്റർ ആവാൻ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അസറ്റ് അലൊക്കേഷൻ ഫോളോ
ചെയ്യാം. ഇനി ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല, ഇത് ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്റീവ് അസറ്റ് അലൊക്കേഷൻ ആണ്. നിങ്ങൾ കൂടുതൽ റിസർച്ച് ചെയ്ത് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലും കൂടെ നോക്കി നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ ഉണ്ട്, അവരോട് സംസാരിച്ചിട്ട് വേണം ഈ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് ഇത്രയും പോലും റിസ്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ, നിങ്ങൾ ജസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കയറിയ ആളാണ്, നിങ്ങൾക്ക് അത്രയും പൈസ നഷ്ടപ്പെടാനുള്ള ഒരു പേഷ്യൻസും ഒന്നും ഇല്ലെങ്കിൽ, റിസ്ക് ടോളറൻസ് ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കൺസർവേറ്റീവ് പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യാം. കൂടുതൽ നിങ്ങളുടെ പൈസ ലാർജ് ക്യാപ്പിലും വളരെ കുറച്ച് പൈസ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും എന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അലൊക്കേഷനാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ കുറച്ചും കൂടി സ്റ്റേബിൾ ആയിരിക്കും ഉണ്ടാവും. കാരണം 80% അലൊക്കേഷൻ വരുന്നത് ലാർജ് ക്യാപ്പിലേക്കാണ്. അപ്പോൾ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള റിട്ടേൺസ് ആയിരിക്കും തരിക. പക്ഷേ ഒബ്വിയസ്ലി നിങ്ങൾക്ക് മറ്റേ ഈ ഒരു അലൊക്കേഷൻ കൊടുത്ത ആളെക്കാൾ കുറച്ചും കൂടി റിട്ടേൺസ് കുറവായിരിക്കും. ഇനി കുറച്ചും കൂടി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വ്യത്യാസം വരുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഈ ഒരു പ്രൊഫൈൽ അടുത്ത 10 വർഷത്തിൽ ഒരു 14% റിട്ടേൺസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു അസറ്റ് അലൊക്കേഷൻ കൊടുക്കുന്ന ആൾക്ക് ഒരു 12.5% ആ രീതിയിൽ ഡിഫറൻസ് വരുള്ളൂ. ഇതിൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ ഒരു അസറ്റ് അലൊക്കേഷൻ എടുക്കുന്ന ഒരാളുടെ ജേർണി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സ്മൂത്തർ ആയിരിക്കും മറ്റേ ആളെ വെച്ച് നോക്കുമ്പോൾ. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ഒക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, മാത്രമല്ല ഇത് എല്ലാ വർഷവും റീബാലൻസ് ചെയ്തുകൊണ്ടിരിക്കണം, കൃത്യമായിട്ട് ഈ ഒരു അലൊക്കേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കണം. അങ്ങനെ കൊണ്ടുവരാനൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള ആവറേജ് ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ടിൻ്റെ അലൊക്കേഷനാണ് നിങ്ങളിവിടെ കാണുന്നത്. ഓൾമോസ്റ്റ് 70% ലാർജ് ക്യാപ്പിലായിരിക്കും ഉണ്ടാവാം, പിന്നെ ഒരു 15% മിഡ് ക്യാപ്പിലും കുറച്ച് സ്മോൾ ക്യാപ്പിലും പിന്നെ അതേഴ്സിലായിരിക്കും ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു അലൊക്കേഷൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ട് ചൂസ് ചെയ്യാവുന്നതാണ്. അവർ തന്നെ എന്ത് ചെയ്തോളും, ഈ മൂന്നിലും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് ആ ഒരു അലൊക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്തോളും. നിങ്ങൾക്ക് മേ ബി 1-2 മ്യൂച്വൽ ഫണ്ട്സ് മതിയാവും. നിങ്ങൾക്ക് 3 മ്യൂച്വൽ ഫണ്ട്സ് സെപ്പറേറ്റ്ലി ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നതിന് പകരം, അത് ഇടയ്ക്കിടയ്ക്ക് റീബാലൻസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് മേ ബി ഒരു മ്യൂച്വൽ ഫണ്ട് മതിയായിരിക്കും. ഇനി നിങ്ങൾ കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റർ ആണ്, മാത്രമല്ല നിങ്ങൾ ഭയങ്കര യങ് ആണെങ്കിൽ നിങ്ങൾക്ക് മേ ബി കുറച്ചുകൂടി റിസ്ക് എടുക്കാൻ സാധിക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലുള്ള അസറ്റ് അലൊക്കേഷൻ ഫോളോ ചെയ്യാവുന്നതാണ്. മേ ബി ഒരു 40% ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സിൽ, 30% മിഡ് ക്യാപ്പിലും 30% സ്മോൾ ക്യാപ്പിലും എന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ സെപ്പറേറ്റ് ആയിട്ട് മ്യൂച്വൽ ഫണ്ട്സ് ഹോൾഡ് ചെയ്ത് റീബാലൻസ് ചെയ്തുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും മൾട്ടി ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ആവറേജ് മൾട്ടി ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 40% ലാർജ് ക്യാപ്പിലായിരിക്കും ഉണ്ടാവാം, ഓൾമോസ്റ്റ് ഒരു 30% സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പിലായിട്ട് ഈക്വലി സ്പ്ലിറ്റ് ആയിരിക്കും. ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മൾട്ടി ക്യാപ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ മാൻഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 25% മിനിമം ലാർജ് ക്യാപ്പിലും 25% സ്മോൾ ക്യാപ്പിലും 25% മിഡ് ക്യാപ്പിലും ഉണ്ടായിരിക്കണം. ബാക്കിയുള്ള പോർഷൻ ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ ഈ 3 കാറ്റഗറിയിലൂടെ ഏതാണ്ട് ഈ രീതിയിലാണ് നിങ്ങൾക്ക് എക്സ്പോഷർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മൾട്ടി ക്യാപ് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാൻ നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെയാണ് ലാർജ് ക്യാപ്പിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലേക്കും നിങ്ങൾ പൈസ കൃത്യമായിട്ട് അലൊക്കേറ്റ് ചെയ്താലുള്ള അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒബ്വിയസ്ലി ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിലെ റിട്ടേൺസ് അല്ല, നേരെ മറിച്ച് മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്താലും, നാളെ ലാർജ് ക്യാപ്പ് മുകളിലേക്ക് പോയാലും നാളെ സ്മോൾ ക്യാപ്പ് താഴേക്ക് പോയാലും സ്മോൾ ക്യാപ്പ് മുകളിൽ പോയാലും മിഡ് ക്യാപ്പ് പെർഫോം ചെയ്തില്ലെങ്കിൽ ഒന്നും നിങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. കാരണം നിങ്ങൾ കൃത്യമായിട്ട് ഓരോന്നിലേക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ അലൊക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്ത് സംഭവിച്ചാൽ ആ വിത്തിൻ ആ അലൊക്കേഷനെ ആ ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ലോങ് ടേമിലേക്ക് നിങ്ങൾ കുറച്ചും കൂടി ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനും നിങ്ങളുടെ SIPs കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കാനും അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കുകയും അത് ഫോളോ ചെയ്യുന്നതാണ് കൂടുതൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലോങ് ടേമിലേക്ക്. അല്ലാണ്ട് 12% ആയിക്കോട്ടെ 20% ആയിക്കോട്ടെ റിട്ടേൺസിൻ്റെ നമ്പർ ആയിരിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇടുക. ഓൾസോ വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊരു കാര്യമുള്ളത്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ഇക്വിറ്റിയുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ എങ്ങനെയാണ് അസറ്റ് അലൊക്കേഷൻ ചെയ്യേണ്ടതെന്നുള്ളതായിട്ട് നമ്മൾ നോക്കിയത്. പക്ഷേ ഒരിക്കലും നിങ്ങളുടെ കംപ്ലീറ്റ് പൈസ ഇക്വിറ്റിയിൽ അഥവാ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു ഐഡിയ ആയിരിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഡെറ്റ് കമ്പോണൻറ്റ് വേണം. ആ ഡെറ്റ് കമ്പോണൻറ്റ് ഫിക്സ്ഡ് കമ്പോണൻ്റ് അല്ല, നിങ്ങളുടെ ഏജിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ മൊത്തം പൈസ എങ്ങനെയാണ് അസറ്റ് അലൊക്കേഷൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യം, അതിൻ്റെ അഡ്വാൻറ്റേജും കാര്യങ്ങളും ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അതും കൂടി കാണാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.